നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലൈപ്പോമ എന്നൊരവസ്ഥയാണ്. ലൈപ്പോമ എന്നത് ശരീരത്തിലെ കൊഴുപ്പ് കോശങ്ങൾ, അതായത് ഫാറ്റ് സെൽസ് കൂടി രൂപപ്പെടുന്ന സാധാരണയായി ഹാനികരമല്ലാത്ത, അതായത് ക്യാൻസറസ് അല്ലാത്ത ഒരു ചെറിയ കട്ടയാണ്. ഇത് ചർമ്മത്തിനടിയിൽ മൃദുവായി കാണപ്പെടുന്നു. സാധാരണയായി വേദനയില്ലാത്തതാണിത്. വളരെ മന്ദഗതിയിൽ വളരുന്നതുമാണ്. ലൈപ്പോമയുടെ പ്രധാന ലക്ഷണങ്ങൾ: പ്രധാനമായും ചർമ്മത്തിനടിയിൽ മൃദുവായ ഒരു കട്ട രൂപപ്പെടുന്നു, അതായത് ഒരു കുഞ്ഞു മുഴ പോലെ നമുക്ക് തോന്നും. വിരൽ കൊണ്ട് തൊട്ടാൽ ഇളകുന്ന പോലെ ഇത് തോന്നും. സാധാരണയായിട്ട് വേദന ഉണ്ടാകാറില്ല. വളരെ റെയറായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാര്യങ്ങളും അതിൽ വന്നാൽ മാത്രം വേദന അനുഭവപ്പെടാറുണ്ട്. അല്ലാതെ ചിലർ വല്ലാതെ ഒരു മുഴയായിട്ട് തോന്നിക്കഴിയുമ്പോൾ വല്ലാണ്ട് അത് പിടിച്ച് അമർത്തി കഴിയുമ്പോൾ അതിൻ്റേതായൊരു വേദന അവരിൽ ഉണ്ടാവാം. വളരെ പതുക്കെയാണ് ഇത് വലുതാവുക. വലുപ്പം ചെറിയ പയർക്കുരുവിൽ നിന്നും വലിയ കട്ട വരെയായി ഇത് വളരാം. ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ലൈപ്പോമ വരാം എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം. ലൈപ്പോമ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വരാം. കൂടുതലായി കാണുന്ന ഭാഗങ്ങൾ കഴുത്തിൻ്റെ പുറം വശം, തോൾ, കൈകൾ, തുടകൾ, വയറിൻ്റെ ഭാഗങ്ങൾ, അതായത് കുറച്ചധികം ഫാറ്റ് കിടക്കുന്ന ഭാഗങ്ങളിൽ കാണാറുണ്ട്. വയറിൻ്റെ അടിഭാഗങ്ങളിലും വയറിന് മുകളിലൊക്കെ ആയിട്ടും ഇത് കാണാറുണ്ട്. ലൈപ്പോമയുടെ കൃത്യമായ കാരണം എല്ലായ്പ്പോഴും വ്യക്തമാകണമെന്നില്ല. എന്നാൽ ചില ഘടകങ്ങൾ ഇതിന് കാരണമായേക്കാം. കുടുംബ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ലൈപ്പോമ ഉണ്ടാകുന്ന ഒരു ശരീരപ്രകൃതമാണ് എന്നുണ്ടെങ്കിൽ ലൈപ്പോമ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ശരീരത്തിലെ കൊഴുപ്പ് വ്യതിയാനങ്ങൾ കാരണവും ഇതുണ്ടാകാം. ചെറിയ പരിക്കുകൾ കാരണം ഇതുണ്ടാകാം. മധ്യവയസ്സിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ലൈപ്പോമ ഒരിക്കലും ക്യാൻസർ അല്ല. സാധാരണയായി ഇത് ജീവന് ഭീഷണിയും ഉണ്ടാക്കാറില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കൃത്യമായ പരിശോധന ഇതിനാവശ്യമാണ്. അതായത് ഈ കട്ട പോലെ ഒരു സാധനം രൂപപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് വളരെ വേഗത്തിൽ വളരുക, വേദനയുണ്ടാവുക, കട്ട ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് അല്ലെങ്കിൽ കഠിനമായി തോന്നുക, ചർമ്മത്തിൻ്റെ നിറം മാറ്റം ഇത് കാരണം സംഭവിക്കുക, അമർത്തുമ്പോൾ വല്ലാതെ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ തോന്നുക. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിക്കേണ്ടത് നിർബന്ധമാണ്. ലൈപ്പോമ എങ്ങനെ തിരിച്ചറിയുന്നു എന്നത് സാധാരണയായിട്ട് ഡോക്ടറുടെ പരിശോധനയിൽ തന്നെ ഇത് ലൈപ്പോമയാണ് എന്ന് നമുക്ക് മനസ്സിലാവാവുന്നതാണ്. അല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്, MRI അല്ലെങ്കിൽ CT സ്കാൻ ചിലപ്പോൾ മാത്രം, അല്ലെങ്കിൽ ഈ ഗ്രോത്ത് ക്യാൻസറസ് ആണോ എന്ന് സംശയമുള്ള സാഹചര്യങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ, ലൈപ്പോമയല്ലാതെ വേറെ എന്തെങ്കിലും ആണോ എന്ന് സംശയമുള്ള സാഹചര്യങ്ങളിൽ ബയോപ്സിക്ക് വിടാറുണ്ട്. ഇതുവഴി ഇങ്ങനെയാണ് രോഗനിർണയം നടത്താറുള്ളത്. ചികിത്സാ മാർഗങ്ങൾ പ്രത്യേകിച്ച് വളരെ ചെറിയ മുഴയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സിസ്റ്റത്തിലും മെഡിസിൻസ് കൊടുക്കാറില്ല. നിരീക്ഷണം മാത്രമാണ് ഉണ്ടാകാറ്. ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായ മരുന്നുകളുണ്ട്. ലൈപ്പോമ വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങി പോകുന്നതാണ്. അതിന് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഹോമിയോ ഡോക്ടറെ വേണമെങ്കിൽ സമീപിക്കാം. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ടാൽ ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും. ഇനി വളരെ വലിയ മുഴകളാണ് എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ ഇത് ചുരുക്കി കളയാവുന്നതാണ്. അലോപ്പതിയിലാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയ മുഴ, നിങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയ വഴി ആ മുഴ നീക്കം ചെയ്യാറുണ്ട്. പിന്നെ ലിപ്പോസക്ഷൻ എന്നൊരു വഴി കൂടെ അവർ ചെയ്യാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ കൊഴുപ്പ് നീക്കം ചെയ്യുന്ന രീതിയും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഹോമിയോപ്പതിയിൽ നമ്മൾ പൊതുവെ നിങ്ങളുടെ ശരീരഘടന, ലക്ഷണങ്ങൾ, കുടുംബചരിത്രം തുടങ്ങിയവ കൂടി പരിഗണിച്ചാണ് മരുന്നുകൾ തിരഞ്ഞെടുക്കാറുള്ളത്. മരുന്നുകൾ ഒരിക്കലും സ്വന്തമായിട്ട് കഴിക്കരുത്. യോഗ്യനായൊരു ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം മരുന്നുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ജീവിതശൈലിയിൽ നിങ്ങൾ ചില മാറ്റങ്ങൾ കൂടെ വരുത്തുന്നത് ലൈപ്പോമ കുറയ്ക്കാൻ നന്നായിരിക്കും, അല്ലെങ്കിൽ വരാതിരിക്കാൻ സഹായിക്കും. ആരോഗ്യകരമായ ഭക്ഷണം, അമിതമായിട്ട് കൊളസ്ട്രോൾ കൂട്ടുന്ന രീതിയിലുള്ള കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. വ്യായാമം കൃത്യമായി ചെയ്യുക. ശരീരഭാരം അമിതമാകാതെ നിയന്ത്രിക്കുക. കട്ടയിൽ അമർത്തൽ ഒഴിവാക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നേരം നിങ്ങൾ ആ ഒരു സ്പോട്ടിൽ തന്നെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തൊടുന്നത് വഴി അതിനൊരു വേദന ഉണ്ടാകാം. അത് പിന്നെ നമുക്ക് വീണ്ടും ഒരു സംശയത്തിലോട്ട് വഴിവെക്കും. ഇടയ്ക്കിടെ ഈ ഭാഗത്ത് ഗ്രോത്ത് വളരുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ കളർ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതിൽ പരിശോധനകൾ നടത്തുന്നത് വളരെ നല്ലതാണ്.
ലൈപ്പോമ സാധാരണ ഒരു ഹാംലെസ് അല്ലെങ്കിൽ നിരുപദ്രവകാരിയായ ഒരു ഫാറ്റി ലംബ് മാത്രമാണ്. ഏത് പുതിയ കട്ടയും ഡോക്ടറെ കാണിച്ച് ഉറപ്പുവരുത്തുന്നതാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്.